ശരിക്കും ഇ വി വണ്ടി തന്നെയാണ്. ഇ വി വണ്ടി എങ്ങനെ എടുത്തിട്ട് പോകുന്നത് അതുപോലെയാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാര എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് ഫീൽ ആകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാര ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആൽഫ ടോപ്പ് എൻഡ് വേരിയൻറ്റ് കൂടിയാണ് ഈ ഒരു വാഹനം. ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. അതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ വാഹനത്തിൻ്റെ ഫുൾ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയും ഫ്രോൺസും സെയിം ഒരു ലുക്കായിട്ടാണ് വരുന്നത്. ഫ്രണ്ട് ലുക്ക് നമ്മൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് ലൈറ്റ് വരുന്നത് 3 ഡോട്ടായിട്ടാണ് വരുന്നത്. 3 ഡോട്ട് DRL ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നെക്സ ഗ്രില്ലാണ് വരുന്നത്. മാരുതിയുടെ എംബ്ലത്തിന് താഴെയായിട്ട് 360 ക്യാമറ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടയർ വരുന്നത് 17 ഇഞ്ച് ഡ്യുവൽ ടോൺ കട്ട അലോയിലാണ് വരുന്നത്. ഫ്രണ്ട് 2 ഡോറ് വരുന്നത് ഫിംഗർ പ്രസ്സിലാണ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നത്. കീലെസ് എൻട്രിയാണ് തരുന്നത് ഈ ഒരു വാഹനത്തിന്. അതുപോലെ സൈഡ് മിറേഴ്സിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും 360 ക്യാമറ പോയിൻ്റ്. ബാക്ക് ബ്രേക്ക് ലൈറ്റ് വരുന്നത് കണക്റ്റഡ് ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഒരു ബാഡ്ജിങ് ഉണ്ട്. ബാക്ക് ഇൻഡിക്കേഴ്സ് ഹാലജൻ ബൾബാണ് വരുന്നത്. പിന്നെ ഒരു ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൂടെ വരുന്നുണ്ട്. മാരുതിൻ്റെ എംബ്ലത്തിന് താഴെയായിട്ടാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 373 ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാറ്ററി വരുന്നത് ഇവിടെയാണ്. ഈ ബാക്ക് ബൂട്ട് സ്പേസിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ അടിയിലായിട്ട് ടൂൾസ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കൂടിയുണ്ട്. 60/40 ആണ് സീറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ബാക്ക്. വേറെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് കൂടി ഈ ഒരു വാഹനത്തിനുണ്ട്. വിശാലമായ പനോരമിക് സൺറൂഫ് കൂടി ഒരു വേരിയൻറ്റിന് വരുന്നുണ്ട്. ചെറിയ ഹിഡൻ സ്പോട്ട് വരെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു 360-ൽ. ഫ്രണ്ട് വരുന്നുണ്ട്, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സൈഡ് ഒരു ഫുൾ വ്യൂ ആയിട്ട് കാണാം. ഇത് രണ്ടും ഫ്രണ്ടിലെ വെന്റിലേറ്റർ സീറ്റ് സ്വിച്ചാണ്. അത് വെന്റിലേറ്റർ സീറ്റ് ഓൺ ചെയ്യേണ്ട ഇതിലാണ്. പിന്നെ അതുപോലെ EV മോഡുകൾ കൺട്രോൾ ചെയ്യേണ്ടത്, ഡ്രൈവ് മോഡ്. അതുപോലെ AC വരുന്ന ഓട്ടോമാറ്റിക് കൺട്രോൾ AC ആണ് വരുന്നത്. അതുപോലെ വയർലെസ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ 12 വോൾട്ടിൻ്റെ ഒരു USB ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട്. 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അതിൽ തന്നെ എയർ പ്യൂരിഫയർ ഒക്കെ വരുന്നുണ്ട് അതിൽ ഓപ്ഷൻ. അങ്ങനെ ഫ്യൂവലിൻ്റെ ആവറേജ് ഫ്യൂവൽ അങ്ങനെയുള്ള. പിന്നെ വയർലെസ് കണക്ടിവിറ്റിയാണ് വരുന്നത്. ബ്ലൂടൂത്ത് വയർലെസ് കണക്ടിവിറ്റി. അതിൽ ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ പ്ലേ വരുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഹെഡപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. അതുപോലെ താഴെ നമുക്ക് എക്കോ മോഡ്, പവർ മോഡ് ഇങ്ങനെയുള്ള മോഡുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഫ്യൂവലിൻ്റെ ഗേജ് കാണിക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഹാൻഡ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വരുന്നത് ഹാൻഡ് ബ്രേക്ക് വരുന്നത് ഓട്ടോമാറ്റിക് അല്ല, ഇലക്ട്രിക്കൽ അല്ല ഹാൻഡ് ബ്രേക്ക് വരുന്നത്. എല്ലാ വാഹനത്തിനും വരുന്ന പോലെ നോർമൽ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. 6 എയർ ബാഗ് എല്ലാ വാഹനത്തിനും വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിനും 6 എയർ ബാഗ് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് വരുന്ന ഒരു പ്രീമിയം വാഹനങ്ങൾക്കുള്ള ഒരു ഡാഷ്ബോർഡാണ് ലുക്ക് വരുന്നത്. അത് ലെതർ ഫിനിഷ് ആയിട്ടാണ് വരുന്നത്. ഈ വാഹനത്തിന് നല്ലൊരു ലെഗ് സ്പേസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഹൈറ്റുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഹെഡ് സ്പേസും ഉണ്ട്, നല്ലൊരു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ 3 ഹെഡ് റെസ്റ്റാണ് ഉള്ളത് ബാക്കിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡിങ് വരുന്നുണ്ട് 2. ബാക്കിൽ AC വെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ 2 ചാർജിങ് സ്പോട്ട് USB വരുന്നുണ്ട് 12 വോൾട്ടിൻ്റെ. അതുപോലെ ഇവിടെ ഒരു ഹമ്പ് സാധാരണ ഉണ്ടാവാറുണ്ട് വാഹനത്തിന്. ഇങ്ങനെ ഒരു ഹമ്പില്ല പ്ലാറ്റ്ഫോമിൽ ബാക്കിൽ. ആ ഹമ്പില്ലാത്തതുകൊണ്ട് 3rd റോയിൽ ഇരിക്കുന്ന ആൾക്ക്, സെൻട്രലായിട്ട് ഇരിക്കുന്ന ആൾക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 3 പേർക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാം ഇത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ. ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് 28 ആണ്. അതായത് ഹൈവേയിലൊക്കെ പോകുമ്പം കൂടുതൽ മൈലേജ് കിട്ടുന്നില്ല. ഹൈവേയിലും മൈലേജ് കുറവാണ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത്. അത് RPM കൂട്ടി ഓടിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ സിറ്റി ഡ്രൈവിലൊക്കെ ആണെങ്കിൽ 24-25 ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ ആണെങ്കിൽ 23-24 ആണ് ഈ ഒരു വാഹനത്തിന് മൈലേജ് കിട്ടുന്നത്. മാരുതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു SUV കാറ്റഗറി വാഹനം കൂടിയാണ് ഗ്രാൻഡ് വിറ്റാര.
ഹൈബ്രിഡ് ശരിക്കും വർക്കാവുന്ന ഈ ഒരു വാഹനത്തിനാണ്. ഹൈബ്രിഡ് വേർഷൻ വർക്കാവുന്നത്. ടെസ്റ്റ് ഡ്രൈവ് കിട്ടുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടതാണ്. അതിലെ ഫീല് നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ RPM കൂടാണ്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ, ആക്സിലേറ്റർ ഒരു നോർമൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ വളരെയധികം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് പിന്നെ ഫ്യൂവലിൽ ആയിരിക്കില്ല നമ്മൾ വാഹനം ഓടൽ, ബാറ്ററിയിലാണ് വാഹനം ഓടൽ. RPM കൂടാണ്ട് ഓടിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് നല്ലൊരു മൈലേജ് തരുന്ന ഒരു വാഹനം കൂടിയാണ്. വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു EV വണ്ടി എടുക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കൊരു പെട്രോൾ വണ്ടി എടുത്തിട്ട് പോകുന്ന ആ ഒരു ഫീലില്ല. വണ്ടി വളരെ കംഫർട്ടാണ്, യാത്ര ചെയ്യാൻ നല്ലൊരു സുഖമുണ്ട്. നമ്മൾ പെട്രോൾ ഒരു സൗണ്ട് ഇല്ല വണ്ടിക്ക്. ശരിക്കും EV വണ്ടി തന്നെയാണ്. EV വണ്ടി എങ്ങനെ എടുത്തിട്ട് പോകുന്നത് അതുപോലെയാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാര എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് ഫീൽ ആകുന്നത്. ഈ വണ്ടിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് വെച്ചാൽ 24,12,966 വരുന്നത് ഓൺ റോഡ് പ്രൈസ്. ഓൺ റോഡ് പ്രൈസ് അല്ല, ഇതിൽ ഇടയ്ക്ക് ഓഫറും കാര്യങ്ങളെല്ലാം മാറി മാറി വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടാവും. എക്സ്ചേഞ്ച് ഓഫർ ഇപ്പൊ ഓണത്തിന് ഓൾറെഡി ഓഫർ നടക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഒരു മന്തും ഓഫർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാൻഡ് വിറ്റാരയായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ഏതാണ് വാഹനം ഉപയോഗിക്കുന്നത്, ആ വാഹനത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങൾ ഗ്രാൻഡ് വിറ്റാര ഓൾറെഡി ഉപയോഗിക്കുന്ന യൂസർ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക.